താനായിട്ടൊരു ദിവസം കുളവാക്കി. സോറി സാറേ. എന്തോന്നു സോറി? അയ്യോ, അതാരാ? അനിയൻ സാറിന്റെ പ്രോപ്പർട്ടി വാങ്ങിച്ച സാറാ. പിന്നെ ഭാര്യയും. ഭാര്യയോ? വണ്ടിയിലിരുന്നത് കൃഷ്ണയല്ലേ? അകത്ത് കിടക്കുന്ന കൃഷ്ണ എങ്ങനെയാ നവീൻ സാറിന്റെ കാറിൽ വരുന്നേ? ഇതെന്തൊക്കെയാ പറയുന്നേ? ഞാൻ കൃത്യമായിട്ട് കണ്ടോണ്ട് തന്നെയാ പറഞ്ഞത്. അത് കൃഷ്ണ തന്നെയായിരുന്നു. നന്നായിട്ടുണ്ട്. വെയിലിൽ നടന്നു വന്നിട്ടേ കണ്ണു പിടിക്കാത്തതാവും. അതോ കണ്ണട വെക്കാൻ സമയമായോ? ഞാൻ കണ്ണട വെക്കേണ്ടപ്പോ വെച്ചോളാം. എനിക്കെന്റെ കാഴ്ചയെക്കുറിച്ച് ഇതുവരെ സംശയമൊന്നും തോന്നിയിട്ടില്ല. കൃഷ്ണയെ സത്യവതി മാഡം കണ്ടു. ഈശ്വര, എന്നിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് അത് കൃഷ്ണയല്ലെന്ന് വരുത്തിയെങ്കിലും അവർക്ക് നല്ല സംശയമുണ്ട്. അവരൊരു പിശാച. പിശാചോ ഭൂതോ എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ തൽക്കാലം ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടതിനെ ദൈവത്തോട് നന്ദി പറഞ്ഞാ മതി. മോളിക്കുട്ടി, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല മോളെ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ഞാൻ വന്നു. ദുബായ് മാമനും കൃത്യസമയത്ത് വന്നു. പക്ഷെ ഏറ്റവും അവസാനം അവരിങ്ങോട്ട് കയറിയപ്പോഴേ ആ മാസ്കും കമ്പിളിയൊക്കെ ധരിച്ച് ചിക്കൻ ബോക്സിന്റെ ഒരു കള്ളക്കഥ പറഞ്ഞില്ലേ, അതാ പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയത്. അല്ല, അതിന് ഒരു നന്ദി പോലും പറയാൻ തോന്നുന്നില്ലേ? എനിക്ക് മനസ്സില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഇതൊക്കെ നടത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. സ്വന്തം മോളെ കൂടെ രക്ഷിക്കാനാണെന്നേ എനിക്ക് നന്നായിട്ടറിയാം. നന്ദിയില്ലാത്ത ജന്തു. ഇവൾക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ട നമ്മളെ വേണം തല്ലാൻ. അതൊക്കെ പോട്ടെ മോളെ. ഇനി ഗോപാലം എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താവും? ടൗണിൽ ചെല്ലുമ്പോ അവിടെ അങ്ങനൊന്നും ഇല്ലെങ്കിലോ? അങ്ങനെയൊന്നും അവിടെ ഇല്ല എന്നുള്ളത് സത്യം. അതൊക്കെ ദുബായ് മാമൻ എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളൂ. തൽക്കാലം വലിയൊരു ആപത്തൊഴിഞ്ഞല്ലോ, അതിൽ ആശ്വസിക്കാം. എന്റെ ഈശ്വര, ഓരോന്ന് വരുത്തി വെച്ചിട്ട്. കൃഷ്ണയുടെ അച്ഛന് സംശയമൊന്നും തോന്നാതിരുന്നാ മതിയായിരുന്നു. താൻ എന്നോട് ദുബായി കാണിക്കുന്നേ? താൻ പറഞ്ഞത് കേട്ടപ്പോ ഇവിടെ ബോംബ് വിടുന്ന എനിക്ക് തോന്നിയേ. എന്നിട്ട് വന്നു നോക്കുമ്പോ ഒരു ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല. എന്റെ സാറേ, രണ്ടു കൂട്ടർ ഇവിടെ തമ്പടിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യ. അവരെന്തൊക്കെയോ പരസ്പരം സംസാരിക്കുന്ന കേട്ടപ്പോ ബഹളം തന്നെയാന്നാ ഞാനും കരുതിയേ. ഇവിടെ ഒരു 3-4 പേര് വന്ന് സാറിനെ പല പ്രാവശ്യം തിരക്കുകയും ചെയ്തു. അന്നേരം ഞാൻ അങ്ങോട്ട് ഓടി വന്നേ. അത്രയും വിശേഷപ്പെട്ട ഗസ്റ്റുകൾ അവിടെ വന്നിരിക്കുമ്പോ അവരെ ഒഴിവാക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. തനിക്കൊരു ബോധം വേണ്ടടോ. സോറി സാറേ, നാട്ടിൽ എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകുമ്പോ സാർ അതിൽ ഒരുപാട് വേദനിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാ. ആ ആയിക്കോട്ടെ, ഞാനൊന്ന് വീട്ടിലോട്ട് ചെല്ലട്ടെ. ബാക്കി ശ്രീനിവാസൻ സാർ ഇവിടെ തന്നെ ഉണ്ട്. നീ അവിടെ പോ.
മോളെ മോളെ സാർ എന്താ ഇവിടുത്തെ പ്രശ്നം? ഓ അതൊന്നുമില്ല നവീൻ. ആളുകൾ കുറെ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ വഴക്കാണെന്ന് വിചാരിച്ചിട്ട് എന്നെ വിളിച്ചാണെന്ന്. ഞാനിവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞു പോയി കഴിഞ്ഞിരുന്നു. അല്ല നവീൻ കൃഷ്ണനെ കണ്ടില്ലേ? കണ്ടു സാർ. പക്ഷേ കൃഷ്ണയുടെ സുഖമില്ലാത്ത കണ്ടീഷനിൽ അധികം സംസാരിക്കണ്ടെന്ന് തോന്നി. അത് സാരമില്ലായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാനും ഗാദിയും കൂടി മറ്റൊരു ദിവസം വരാം. ആ ഓക്കെ. പക്ഷെ ഒരു കാര്യം, ഇനി വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ മടങ്ങാനുള്ള ഉദ്ദേശത്തോടെ വരരുത്. നമ്മൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ കൂടുന്നു. ആയിക്കോട്ടെ. ആ അല്ല മാത്രമല്ല, തൻ്റെ പ്രോജക്റ്റിൻ്റെ മൊത്തം കാര്യങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വരണം. തൻ്റെ ഭാര്യയും കൃഷ്ണയും കൂടി ഇരുന്ന് എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സാർ, ഡൺ. അല്ല ഭാര്യ വന്നിട്ടുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് കട്ടേക്കാം. ഷോ സാർ, വരും. ആ അവിടെ ഇരുന്നു അവിടെ ഇരുന്നു അവിടെ ഇരുന്നു. അയ്യോ, ഗാദ എവിടെ പോയി? നവീൻ സർ, ഗാഥമേടെ അവിടെ നിൽക്കുന്നത് കണ്ടു സർ. സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഇറങ്ങി. ശേ, ഇയാളുടെ ഒരു കാര്യം. സാർ, ഞാൻ നോക്കിയിട്ട് വരാം. ആ സാറേ, സാറേ സാറ് പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണം. ആ എന്തു പറ്റി? കൃഷ്ണയ്ക്ക് നല്ല കാലുവേദനയാണെന്നും പറഞ്ഞ് നല്ല കരച്ചില്ല. സാറിന് ചോദിച്ചു, അതാ ഞാൻ ഓടി വന്നത്. ഓ അതുകൊണ്ടാണോ നവീനോട്ട് സംസാരിക്കാണ്ടിരുന്നേ? ആ അതെ സർ. സാറ് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ പ്രശ്നമാവും. ആ ശരി, എനിക്ക് പറയാം, നമുക്കിപ്പോൾ തന്നെ പോവാം. എന്താ എന്താ സർ? അല്ല ആ ദുബായിയുടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ശ്ശോ. എടാ ദുബായ്, ഞാൻ വീട്ടിലേക്ക് പോവാ. മോക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഇനി ഇവിടെ ആരെങ്കിലും കൂടി നിൽക്കുന്ന കണ്ട എന്താണെന്ന് അടുത്ത് പോയി ചോദിക്കണം. അല്ലാതെ വഴക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് വരാൻ നിൽക്കരുത്. താനായിട്ടൊരു ദിവസം കുളവാക്കി. സോറി സാറേ. എന്തോന്നും സോറി? അല്ലത് എന്താടത്? അയ്യോ എടുത്തു വെക്കണോ? അതെ സാറേ, ക്ലിപ്പിട്ട് വെച്ചിരുന്ന. ക്ലിപ്പൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കേ. ഓ ശരി സാറേ, ഒരു ശ്രദ്ധയില്ല. ശരി. ഓ